പ്രേമസ്വരൂപങ്ങളും ആത്മസ്വരൂപങ്ങളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. Om Amriteshvaraye Namaha. Amma s'incline devant tous ces enfants rassemblés ici ce soir, qui sont l'incarnation du soi suprême et de l'amour inconditionnel. എപ്പോഴും പറയും പുതിയ മക്കളുണ്ടെ ശ്രദ്ധിച്ചേക്കാൻ 90% മക്കളും ശാരീരികവും മാനസികവും ബുദ്ധിപരമായ പ്രയാസമുണ്ട്. ഓരോ നിമിഷവും നീറി കഴിയാണ്. പറയേണ്ട ടെൻഷനാണ്. 80% രോഗത്തെയും കൊണ്ട് ജീവിക്കാൻ തീരെ ആരോഗ്യമായി അല്പായുസുള്ള പ്രായവശ്യം ശരണാഗതിയാണ്. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. സാധാരണ നമ്മൾ ഭാവിയെപ്പറ്റി ഓർത്ത് വിഷമിക്കുക വരച്ചാൽ ഒരു മൂർഖമ്പാമ്പുള്ള മാളത്തിന് ചുവട്ടിൽ കിടക്കാൻ ശ്രമിക്കുന്ന പോലെ, വിശ്രമിക്കാൻ ശ്രമിക്കുന്ന പോലെ എങ്ങനെ ഉറക്കം കിട്ടും? പാമ്പ് കൊത്തുമോ എന്നുള്ള ചിന്തയായിരിക്കും. ഇതുപോലാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് നമ്മൾ ഒരു ഭാവിയെപ്പറ്റി പ്ലാൻ ചെയ്യേണ്ടെന്നല്ല. പ്ലാൻ വരയ്ക്കുന്നതിലായിരിക്കും, കെട്ടുന്നതിലായിരിക്കും. ഈ നിമിഷം മാത്രമാണ്. അടുത്ത ശ്വാസം പോലും നമ്മുടെ ഇച്ഛനുസരിച്ച് നടന്ന് കാണുന്നു. പരമാത്മാവിൻ്റെ ഇച്ഛനുസരിച്ച് വെച്ച് പ്രയത്നിക്കേണ്ടെന്നല്ല. നമ്മൾ പ്രയത്നത്തിൻ്റെ എപ്പോഴും പരിധിയുണ്ട്. പൂർത്തിയായി കൃപയാണ്. നമ്മൾ യാത്ര ചെയ്ത് വീട്ടിൽ വന്നിട്ട് പറയും യാത്ര വളരെ സുഖകരമായി. യാത്ര സുഖകരം എത്ര കൃപ അനുഗ്രഹിച്ചെന്ന് ഓർക്കുക. വരുന്ന വഴിയും പോകുന്ന വഴിയും നമ്മുടെ മുൻകൂടി എത്ര വണ്ടികൾ പോയി. അല്ല ഡ്രൈവർമാർക്ക് ഒരു നിമിഷം അശ്രദ്ധ മതി, മരണം പോലും സംഭവിക്കുക. നല്ല എത്തിച്ചത് കൃപയാണ്. അല്ല കൊണ്ട് ഭാരങ്ങൾ പരമാത്മാവിൽ സമർപ്പിക്കുക. കഴിഞ്ഞകാല സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങളാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. സുനാമി അപകരിച്ച് ജീവനും സ്വത്തിനും കണക്കില്ല. അതുപോലെ അമേരിക്കയിലുള്ള വെള്ളപ്പൊക്കം, അതുപോലെ പാകിസ്ഥാനിലുള്ള ഭൂമി ഉലുക്കം, ബോംബെയിലുള്ള വെള്ളപ്പൊക്കം, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ഭീകരാക്രമങ്ങൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ സമൂഹം ഭയാനമായ നീരാളിപ്പെടുത്തി അമർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പല രാജ്യത്തിലുള്ള അമ്മമാർ വന്ന് പറയും, അമ്മ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ വെടിയുണ്ട വെച്ചാണ് കേൾക്കുന്നത്. എന്നിട്ട് കുട്ടികൾ എഴുന്നേറ്റ് വന്ന് പൊട്ടിക്കരയും, ഞങ്ങളും അവരോടുത്ത് കരയും. ഈ പക്ഷികളെ കളനാദം കേട്ട കാലമേ മറന്നുപോയെന്ന് പറയും. ഈ വെടിയുണ്ട വെച്ച് കേൾക്കുന്ന സ്ഥലത്ത് പക്ഷികളെ കളനാദം കേൾക്കാൻ ഇടയാകട്ടെ. കുട്ടിവിട്ട് മുതിർന്ന് കരയുന്നവർ അവർക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ഇടയാകട്ടെ. അവർക്ക് വേണ്ടി മക്കൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ നേരിടാൻ രണ്ട് മനോഭാവമാവും. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഒന്ന് നമുക്ക് ഭയം നോടാം, രണ്ട് സ്നേഹം കൊണ്ട് അതിജീവിക്കാം. ഭയം നമ്മുടെ ശക്തിയെ ചോർത്ത് കളയത്തുള്ളൂ. ഭയം നമ്മളെ കാറ്റിലെ കരിയിലെ പോലെ പരത്തി കളയും. നെല്ലിന് ഭയം നോടിയാൽ ഒരിക്കലും നെല്ലിലാകില്ല. നെല്ലിലാകണമെങ്കിൽ പ്രേമത്തിൻ്റെ പ്രകാശം പരത്തണം. പ്രേമാണ് ശക്തി, പ്രേമാണ് നമ്മുടെ അഭയം. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ശക്തി ചോർത്ത് കളയാതെ പ്രതിസന്ധി മനോധൈര്യത്തെ വളർച്ചയ്ക്കും വിജയത്തിനുള്ള ചവിട്ടുപടിയാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ മനുഷ്യന്മം കിട്ടിയിരുന്ന പ്രതിസന്ധി നേടാനോ അതിജീവിക്കാനോ ആണ്, അല്ല ഒളിച്ചോടാനല്ല. ഒരു കടലിൽ കപ്പലിറക്കുമ്പം തിമിംഗലത്തിനെയും കടൽക്ഷോഭത്തിനെയും കൊടുങ്കാറ്റിനെയും നേരിടേണ്ടി വരും. പക്ഷെ തുറമുഖത്ത് കിടക്കുന്ന കപ്പലിന് അതൊന്നും നേടേണ്ടി വരത്തില്ല. വെച്ചാൽ അതിന് വേണ്ടി മാത്രം ഒരു കപ്പലിറക്കുകയില്ല. റോക്കറ്റായാലും പ്ലെയിനായാലും റോഡിൽ കിടക്കാൻ സുരക്ഷിതം എന്ന് വെച്ച് ആരെങ്കിലും പറക്കാതിരിക്കുകയോ ഇല്ല. ഇതുപോലാണ് നമ്മുടെയും ജീവിതം. ഇത്തരം സംഭവങ്ങൾ നമ്മൾ ചോർത്തി കളയരുത്. പ്രതിസന്ധിയും സാധാരണ സ്നേഹത്തിൽ നിസ്വാർത്ഥയും അർപ്പണം വരുത്താൻ നമുക്ക് കഴിയണം. ദുഃഖത്തിലാണ്ട് കിടന്ന് പിടിച്ച് ഉയർത്താനും കഴിയണം. ജീവിതത്തിൽ നല്ലത് മാത്രം കിട്ടിയെന്ന് വരത്തില്ല, നല്ലതിനേക്കാളും ചീത്ത അനുഭവങ്ങളാക്കി നമ്മളെ കാത്തിരിക്കുക. എന്നാൽ ലോക സ്വഭാവം അത്തരം സന്ദർഭങ്ങളെ വാഴ്ചയും വിജയത്തോടെ ചവിട്ടുപടിയാക്കി തീർക്കാൻ പഠിക്കുക. അതിന് ആത്മീയ കുറച്ച് വിവേകത്തി നമുക്ക് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു കഥ,
ഒരാൾ വളർത്തിയ കഴുത അടുത്തുള്ള പൊട്ടക്കിണറ്റ് വീണു. അദ്ദേഹം വളരെ ശ്രമിച്ചത് പൊക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ ഇത് പറ്റിയില്ല. വിചാരിച്ചു ഇനി കാലും കൈയോ കെട്ടിയാണല്ലോ പൊക്കിയെടുക്കാൻ. പിന്നെ അതിനെ കൊണ്ടൊരു ജോലിയും നടക്കില്ല. എന്നെ കിണർ തന്നെ മൂടാം. അടുത്തുള്ള ജോലിക്കാരെ വിളിച്ച് പണം വെപ്പിച്ചു ഈ കിണർ മൂടാൻ. മുറിയിലോട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ ഒരു വിജയാരവം കേൾക്കാം. എന്താണ്? ഇറങ്ങി നോക്കുമ്പോൾ തന്നെ കഴുത നടന്നു വരും. എന്താണ് സംഭവിച്ചത്? അവരുകൊണ്ട് ചെളി ഇടുന്ന സമയത്ത് കഴുത പുറത്ത് വീണു. കുടയും അതിനെ മെളിക്കേറി നിൽക്കും. പിന്നെയും കുടയും പിന്നെയും അതിന് മെളിക്കേറിയിരിക്കും. അങ്ങനെ പൊട്ടക്കിണറും മൂടി കഴുതയും പുറത്തു വന്നു. ഇതുപോലെ ലോകത്തിന് മറ്റുള്ളവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ ചെളിവാരി എറിഞ്ഞെന്നിരിക്കുക. അത് മനസ്സുകൊണ്ട് തളരാതെ കുടഞ്ഞുകളാൻ. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന വിമർശനങ്ങളാകുന്ന പൊട്ടക്കിണർ രക്ഷപ്പെട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. Amma sait que tous ces enfants sont confrontés à beaucoup de souffrances, une multitude de facteurs qui bien souvent échappent à notre contrôle, se combinent pour créer d'innombrables problèmes au niveau physique, psychologique et émotionnel qui représentent un lourd fardeau. Et notre esprit est alors complètement absorbé par ces problèmes et nous passons du temps à ruminer le passé ou à nous inquiéter pour le futur. Mais Amma nous dit qu'il est impossible d'améliorer notre situation uniquement en ressassant tous ces problèmes. Bien au contraire, l'inquiétude crée en nous davantage de tension et cette tension devient ensuite la cause principale de nos maladies. S'inquiéter constamment de l'avenir revient à essayer de dormir près du trou d'un serpent venimeux. Il est impossible de dormir en paix dans un tel endroit. Cela ne signifie pas qu'il ne faut pas prévoir l'avenir. Mais quand un ingénieur dessine le plan d'un pont, il doit être parfaitement concentré sur ce dessin et sur le plan. Et quand il s'occupe de la construction, alors cette fois-ci, il est parfaitement concentré dans l'action. Donc soyons dans le moment présent et faisons-en le meilleur usage. Si nous versons de l'eau au pied d'une plante ou d'un arbre, l'eau profitera à toutes les feuilles et toutes les branches. Ainsi, si nous avons une attitude de lâcher prise, d'abandon de nous-mêmes, cela profitera à toutes les situations de notre vie. Donc, sans perdre notre temps à nous inquiéter, l'attitude idéale est de prier Dieu et de tout déposer à ses pieds. Amma dit que l'instant qui vient n'est pas entre nos mains. C'est pourquoi l'acceptation est la seule attitude qui puisse réellement nous aider. D'ordinaire, quand nous rentrons d'un voyage, nous déclarons, comme si cela était évident, aller de soi, « J'ai fait un très bon voyage ». Nous ne réfléchissons jamais au rôle essentiel qu'a joué la grâce de Dieu dans le bon déroulement du voyage. Songez donc au nombre de véhicules que nous croisons sur la route. Un seul moment d'inattention de la part d'un seul de ces conducteurs pourrait entraîner notre mort. C'est en fait uniquement la grâce de Dieu qui nous permet de faire le voyage sans accident, sans rencontrer de difficultés. Quand Amma passe en revue les événements récents, tant de tragédies lui reviennent à l'esprit. Les innombrables vies humaines et les biens matériels détruits par le tsunami, par les cyclones qui ont affecté les États-Unis, par les inondations de Mumbai, les tremblements de terre au Pakistan et au Cachemire, les attentats au Royaume-Uni et dans d'autres endroits du monde, la guerre au Moyen-Orient, etc., etc. Quand Amma songe à tous ces événements, elle a le sentiment que le monde entier est tombé dans les tentacules d'une pieuvre de peur. Quand Amma voyage dans le monde, des citoyens de pays en guerre viennent la voir. L'an dernier, certaines femmes lui ont confié « Nous nous réveillons le matin au bruit des mitrailleuses, au milieu des pleurs. Nos enfants s'agrippent à nous, tremblants de peur, et nous les serrons dans nos bras en pleurant. Il y a si longtemps que nous n'avons plus entendu le gazouillis des oiseaux en nous réveillant le matin. Prions pour que dans ces pays, le crépitement des canons fasse bientôt place au pépiement des oiseaux. Prions pour que jeunes et vieux puissent bientôt rire aux éclats au lieu d'éclater en sanglots. Puisse la grâce divine protéger chacun. Quand des circonstances difficiles surgissent, il y a deux manières de réagir. Soit nous nous enfuyons en courant, pris de peur, soit nous allumons en nous la flamme de l'amour et essayons de surmonter ces difficultés.
Si nous choisissons la première solution, celle de la fuite, nous serons vidés de toutes nos forces et deviendrons pareils à des feuilles mortes ballottées par le vent. Il est impossible d'échapper à son ombre. Celui qui essaie de la fuir finira par s'effondrer, épuisé. L'ombre de la peur ne disparaîtra que lorsque le soleil de l'amour se lèvera. L'amour est notre force, l'amour est notre refuge. Quand nous sommes face à des situations déchirantes, efforçons-nous de les utiliser pour développer de la force intérieure, grandir, progresser et passer à l'action. Cette vie humaine nous a été donnée pour affronter les difficultés et en triompher, et non pas pour les fuir. Quand un navire est en mer, il doit affronter les tempêtes, les mers démontées, naviguer parfois dans des eaux infestées de requins ou croiser des baleines. Le navire au port ne rencontre aucune de ces difficultés, mais qui construirait un navire pour le laisser à l'ancre bien à l'abri dans un port ? De même, les avions et les navettes spatiales sont en sécurité au sol, mais est-ce une raison valable pour ne pas les faire voler ? Quand nous rencontrons des obstacles, c'est le moment de faire appel à notre force intérieure et de répandre le parfum de l'abnégation et de l'amour. Ayons la capacité d'aider les autres quand ils se noient dans une mer de chagrin. La vie ne nous offre pas forcément toujours des expériences agréables. Il se peut même en vérité qu'elle nous réserve davantage de moments difficiles que de bons moments. Les expériences, bonnes et mauvaises, sont la nature du monde. Il s'agit pour nous d'apprendre à transformer les expériences difficiles en tremplin vers le succès. Pour cela, nous avons besoin d'un intellect capable de discerner et bien ancré dans les principes spirituels. Amma nous raconte une histoire pour illustrer ce point. C'est l'histoire d'un fermier et de son âne. L'âne tomba un jour dans un puits profond qui était à sec et qui se trouvait sur le terrain de la ferme. Le fermier d'abord essaya un tas de moyens pour tirer l'âne du puits, mais ce fut en vain. Il finit par se dire, en fait, à quoi bon sauver cet âne ? Quand nous aurons enfin réussi à le sortir de ce puits, il ne sera même plus capable de travailler. Alors le fermier décida de laisser l'âne dans le puits et même de le recouvrir simplement de terre. Il alla embaucher des ouvriers qui se mirent à pelleter la terre et des détritus pour combler le puits et recouvrir l'âne. Mais, au bout d'un certain temps, le braiement de l'âne se fit entendre bien plus fort, comme s'il célébrait une victoire. Le fermier étonné sortit voir ce qui se passait, et voilà ce qui était arrivé. Chaque fois qu'une pelletée lui tombait sur le dos, l'âne se secouait et montait d'un pas. Et il finit ainsi par atteindre la margelle du puits, et il s'en alla entre-temps joyeusement. En ce monde, beaucoup de gens nous jettent de la boue, des détritus, sous la forme de leurs paroles et de leurs actions. Loin de tomber dans le désespoir, secouons ces détritus et libérons-en le mental. C'est la seule manière d'échapper au puits profond, creusé par la critique des autres, et ainsi réussir dans la vie. നമുക്ക് എന്തെങ്കിലും ദുരിതം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമല്ലോ, വ്യക്തികളെയോ സാഹചര്യത്തെയോ പ്രകൃതിയോ കുറ്റപ്പെടുത്തും. അവരുടെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പ്രശ്നങ്ങൾ നമ്മളോട് ഉത്തരവാദിയാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഉദാഹരണത്തിന് എലിപ്പനി വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തും. വീടും പരിസരവും വൃത്തിയാക്കി ചപ്പൻ ചവർ കത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറവാക്കാൻ സാധിക്കും. സാധാരണ മറ്റുള്ള കുറവുകൾ കാണിച്ചിരുന്ന പുതക്കണ്ണാടി മാറ്റിയിട്ട്, മറ്റുള്ളവരുടെ കുറ്റം കാണിച്ചിരുന്ന പുതക്കണ്ണാടി മാറ്റിയിട്ട് നമ്മുടെ കുറവ് കാണാൻ സഹായിക്കുന്ന മുഖക്കണ്ണാടിയിലേക്ക് നമുക്ക് നോക്കാം. ലോകത്ത് കാണുന്ന വെറുപ്പിൻ്റെയും വിദേശത്തിൻ്റെയും കാർമ്മയം അകറ്റേണ്ടത് മനസ്സിന് മാറ്റം വേണം. മനം തെളിഞ്ഞാൽ മാനം തെളിയും എന്ന് പറയും. ഇനിയൊരു അണുവായുധ യുദ്ധം ഉണ്ടാകുന്ന ഭീകരമായ നാശത്തെപ്പറ്റി നമ്മളെല്ലാം ബോധവാന്മാരാണ്. എന്നാൽ സുനാമിയേക്കാൾ, അഗ്നിപർവ്വതത്തേക്കാൾ, മഹായുദ്ധങ്ങൾക്കാൾ ലോകത്തെങ്ങും വ്യാപിച്ചുകൊണ്ട് മറ്റൊരു വിധത്തിനെ പറ്റി ഇപ്പോഴും നമ്മൾ അജ്ഞരും അലസരുമാണ്. എന്ന് വെച്ചാൽ ധർമ്മച്യുതിയാണ്. ധർമ്മച്യുതി ഇത്ര മാരകമാണ്, എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല വരും ചോദിക്കും. നമുക്ക് ചുറ്റുമാണ് സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ്.
അതാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ മുകളിൽ നിന്നൊരു പാത്രം വേണം പെട്ടെന്ന് ചാടി എഴുന്നേറ്റും. ഇതൊക്കെ റെയിൽവേ ട്രാക്ക് കൂടെ പോയാലും അടുത്ത് താമസിക്കുന്ന ഉണരാറില്ല. ഒരു ചൂടുവെള്ളത്തിൽ തവള ചാടി വീണാൽ അത് പെട്ടെന്ന് ചാടി രക്ഷപ്പെടും. പച്ചവെള്ളത്തിലാണെങ്കിൽ അതവിടെ കിടക്കും, നമ്മൾ അടുപ്പത്ത് വയ്ക്കും, ചൂടാക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചൂട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അങ്ങനെ കൂടുതൽ കിടന്ന് മരിച്ചു പോകും. ഇതുപോലാണ് അധർമ്മത്തിൻ്റെ ചൂട് ചുറ്റും കൂടി വരുന്നത്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ തിരിച്ചറിവ് എവിടെ നിന്ന് കിട്ടണം? കുട്ടിക്കാലത്ത് കിട്ടണം. എങ്ങനെ കിട്ടണം? മാതാപിതാക്കളുടെ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും നമുക്ക് ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൂടി തന്നാൽ ഉണർവ് ഉത്സാഹമുള്ള ഒരു മനസ്സിനുടമയായി ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കഥയോർക്കാണ്. അച്ഛൻ മോനോട് പറയണ നൈറ്റ് ക്ലബ്ബിൽ പോകരുത്. പോലെ എന്താ വെച്ചാന്ന് ചോദിച്ചു. കാണാത്ത കാണ്ടി വരും. കുട്ടിക്ക് ജിജ്ഞാസയായി. 2 ദിവസം കഴിഞ്ഞ് കുട്ടി വന്ന് പറഞ്ഞു, അച്ഛൻ നൈറ്റ് ക്ലബ്ബിൽ പോയി. എന്തിനു പോയിടാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞില്ലേ കാണാത്ത കാണ്ടി വരും. എന്ത് കണ്ടെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനെ എവിടെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലാണ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് കാണിച്ചാൽ നല്ലൊരു തലമുറയെ നമുക്ക് ഉണർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ കൂടിയ കാറും നമ്മൾ പെട്രോളൊക്കെ വാങ്ങിക്കൊടുത്താലും അത് ഓടിക്കണ സ്റ്റാർട്ടാക്കേണ്ട ബാറ്ററി വേണം. നമ്മൾ പഠിപ്പമോ പണമോ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ മൂല്യവും സംസ്കാരം കൂടെ കൊടുത്താൽ മാത്രമേ ഈ രീതിയിൽ വളരാൻ സാധിക്കുള്ളൂ. Quand une catastrophe se produit, il ne sert à rien de blâmer autrui, de blâmer la situation ou même Mère Nature. Efforçons-nous d'aller à la cause racine. Il est très facile de rejeter la faute sur les autres, le gouvernement ou sur un parti politique ou même sur Dieu. Mais n'oublions pas que nous avons, nous aussi, contribué à créer le problème. Par exemple, quand une épidémie se déclare, les gens en rejettent habituellement la responsabilité sur le gouvernement. Mais si chacun veille à la propreté de son environnement et élimine ses ordures, il est possible d'éviter des épidémies. Au lieu de montrer les autres du doigt, essayons de considérer nos propres faiblesses. Grâce à cela, nous pourrons même éviter la plupart des problèmes. Au lieu d'utiliser une loupe pour examiner les défauts des autres, prenons un miroir et regardons les nôtres. Nos efforts pour faire disparaître la haine et l'indifférence de ce monde devraient commencer par le nettoyage de notre mental. Si nous le rendons clair et lumineux, le monde suivra bientôt cet exemple. Si une guerre nucléaire se déclarait, nous savons tous à quel point elle serait destructrice. Mais il se produit en fait actuellement dans le monde une catastrophe bien plus grave que n'importe quelle guerre mondiale, tsunami ou éruption volcanique. Mais soit nous en sommes inconscients, soit nous réagissons par l'indolence. Cette grave catastrophe, c'est le déclin du dharma, du respect des lois à l'œuvre dans l'univers, ces lois qui mènent à l'harmonie, de ce qui est juste. Si nous ne restaurons pas le dharma, tous nos efforts pour faire régner la paix dans ce monde seront vains. Pourquoi n'avons-nous pas conscience de ce désastre qu'est le déclin du dharma? Eh bien parce que cela se produit très lentement et progressivement. Si quelqu'un renverse un vase dans notre chambre pendant que nous dormons, sans nul doute le bruit nous réveillera. Mais quelqu'un qui habite près d'une voie de chemin de fer ne se réveille même pas si un train passe à côté de lui. Un autre exemple, si vous mettez une grenouille dans une casserole d'eau bouillante, elle en sortira d'un bond aussitôt. Mais si vous la mettez dans l'eau tiède et que vous chauffez l'eau doucement, la grenouille ne fera aucun effort pour échapper et elle finira par mourir ébouillantée. De même, nous ne ressentons pas la fièvre, la chaleur de l'adharma, la transgression des valeurs d'harmonie de la loi divine. Cette fièvre, cet adharma, le contraire du dharma, croît régulièrement. Pour prendre conscience de la gravité de la situation, il faut que dès l'enfance nous assimilions les principes du dharma. C'est seulement quand nos parents, quand notre système éducatif transmettent non seulement le savoir académique, mais aussi les valeurs appropriées, que nous formerons des individus à l'esprit enthousiaste et toujours en éveil. Amma nous raconte une petite histoire. Un père conseilla un jour à son fils adolescent « Ne va jamais dans les night-clubs. » « Et pourquoi donc, papa ?»
parce que tu y verrais des choses que tu ne dois pas voir. Bien sûr, cela éveilla la curiosité du garçon. Il alla faire un tour dans un nightclub. En rentrant chez lui, il dit « Papa, je suis allé hier dans un nightclub. J'ai vu en fait ce que je ne devais pas voir. » « Et quoi donc ?» demanda le père d'un ton très inquiet. Le fils répondit « Eh bien, je t'ai vu, toi, là-bas. » C'est ainsi qu'est devenue la société aujourd'hui. Il n'y a personne pour donner l'exemple. Nous donnons des conseils, mais nous ne les suivons pas nous-mêmes. Il ne suffit pas que les parents donnent à leurs enfants richesse et confort. Les richesses qu'ils ont vraiment besoin de transmettre à leurs enfants sont la culture et les valeurs justes. Même si le réservoir d'une voiture est plein d'essence, une batterie est nécessaire pour faire démarrer le moteur. De même, quelle que soit l'importance de la richesse et de l'instruction que reçoit un enfant, ce sont l'amour et les valeurs culturelles inculquées par les parents au cours de la jeunesse qui aident vraiment leurs enfants, une fois qu'ils ont atteint l'âge adulte, à faire face à toutes les situations, ainsi qu'à donner et à recevoir de l'amour. Il est facile de tracer un chemin dans l'herbe fraîche et tendre. Il suffit d'y marcher quelquefois. Mais il est extrêmement difficile de tracer un chemin sur le sol rocheux d'une montagne. De même, c'est dans les premières années de la vie que les enseignements spirituels et les valeurs morales devraient être transmis aux enfants, à un âge où ils sont encore ouverts et réceptifs. കഴിവുണ്ടായാൽ മാത്രം നമ്മളിൽ ജ്ഞാനം ഉണ്ടാകല, കഴിവുകൊണ്ട് വിജയം ഉണ്ടാകല. കഴിവിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകണം, എങ്കിലും നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇത് പറയുമ്പോൾ ഓർക്കുന്ന കഥ, ഒരിടത്ത് ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം എത്തി, മിക്ക രാജ്യത്തിൻ്റെ. ഒരു രാജ്യത്ത് വന്ന കളിക്കാരുടെ കൂട്ടത്തിൽ ഹോളിക്ക് അസുഖമായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ക്യാപ്റ്റന് വല്ലാത്ത വിഷമമായി, ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടന്നൊരു പച്ചക്കറി കമ്പോളം ചെന്ന് നിന്നു. അപ്പോഴുണ്ട് ഒരു ലോറി മത്തങ്ങ അവിടെ വന്ന് നിർത്തി. അപ്പോൾ അത് ഇറക്കി കൊടുക്കുകയാണ്. ആ ലോറി തീർന്ന് പിന്നെ വേറൊരു ലോറി വന്നു, അത് ഇറക്കി കൊടുക്കുകയാണ്. ഇത് വാങ്ങുന്ന ഒരാളാണ്. അപ്പം അയാളുടെ ഒരു മത്തങ്ങ പോലും താഴെ പോയി കണ്ടില്ല, ഈ 2 ലോറി മത്തങ്ങ ഇറക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് ഈ ക്യാപ്റ്റൻ ഇയാൾ തന്നെ പറ്റിയ ആൾ, നമുക്ക് കളിക്കുക, ഇയാളോട് പോയി പറഞ്ഞാൽ എന്താണ്. ഇദ്ദേഹം പോയി സംസാരിച്ചു, ഞങ്ങളുടെ ഹോളിക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലാണ്, കളിക്കാൻ ആളില്ല, വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾ വരണം കളിക്കാൻ. അയ്യോ എനിക്ക് കളിയൊന്നും അറിയില്ല. ഇല്ല, ഇവിടെ മത്തങ്ങ പിടിച്ച പോലെ വരുന്ന ബാള് പിടിച്ചാൽ മതി. ശരി, കൊണ്ടുപോയി കളി തുടങ്ങി. വരുന്ന ബാള് പിടിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യും, നേരെ പുറകോട്ട് നെറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇടും. അപ്പം ഇതുപോലാണ് മത്തങ്ങ പിടുത്തക്കാരൻ ഉന്നം തെറ്റാതെ ബാള് പിടിക്കാൻ കഴിവുണ്ടായി. അതിനെപ്പറ്റി ജ്ഞാനമില്ലാത്തതുകൊണ്ട് തോൽവിയിലേക്കാണ് കൊണ്ടുപോയി. പല മക്കളും പറയും, അമ്മ ഈ ജന്മം ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ധാർമ്മിക കാര്യം ചെയ്യുന്നു, ഞങ്ങൾക്ക് കഷ്ടങ്ങൾ വരുന്നു. അടുത്ത വീട്ടുകാരൻ പ്രാർത്ഥിക്കുകയില്ല, ധാർമ്മിക കാര്യം ചെയ്യുന്നില്ല, അവർക്ക് നല്ല ഉയർച്ച കാണുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ മക്കൾ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത്. സാധാരണ അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്ന നമ്മൾ ലോൺ എടുത്ത് വന്നതായിരിക്കും. എന്നുവെച്ചാൽ അവരുടെ അടുത്ത് ചാടാൻ പാടില്ല, നമ്മൾ ദുഃഖിച്ചിരിക്കാൻ പാടില്ല. ജീവിതം ഒരു ചക്രം പോലാണ്. മരണം അടുത്തതിൻ്റെ തുടക്കമാണ്. ഒരു വാചകം കുത്തിടുന്ന അടുത്ത് എഴുതാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി ഒന്നുകൂടി മുറുകി പിടിക്കണം. സാധാരണ ചില ദശാസന്ധി നമുക്ക് കഷ്ടമുണ്ടാകും. ബിസിനസ് നഷ്ടം വരിക, ആക്സിഡൻറ്റ് വരിക, തിയേറ്റർ ജയിൽവാസം ഉണ്ടാകുക, അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ മോൻ കാണാൻ പോകുമ്പോൾ തന്നെ ആക്സിഡൻ്റ് ആകുക. ഇങ്ങനെ പല ദശാസന്ധികളിൽ ഇങ്ങനെയുള്ള കഷ്ടം കാണും. അതുപോലെ ചില കുടുംബങ്ങളിൽ തന്നെ കഷ്ടം കാണാറുണ്ട്. ആരെങ്കിലും കരുനാളിന് മരിച്ചാൽ 5 മരണം ഉണ്ടാകും, ഓരോരോ വർഷങ്ങൾ മരിച്ചു കാണും. ചില കുടുംബം പുരുഷന്മാർ 60 വയസ്സിൽ ജീവിച്ച് കാണില്ല, സ്ത്രീകളുടെ വൈധവ്യമാകും. ഇങ്ങനെ പല രീതിയിൽ കാണാറുണ്ട്. അപ്പം ഇത് മക്കളോർത്ത് വിഷമിക്കാനല്ല, കഴിഞ്ഞൊരു ക്യാൻസർ ചെക്കാണ്, നാളെ ഇന്നാകലെ ഈ നിമിഷമാണുള്ളത്. ഉപ്പുള്ള നിരന്തരം നല്ലോണം ഒഴിച്ചപ്പൻ്റെ കാഠിന്യം കുറയ്ക്കുന്നില്ല. ഈ നിമിഷത്തിൽ വേഗത്തോട് നീങ്ങിയാൽ തീർച്ചയായിട്ടും കൃപ നമ്മളെ അനുഗ്രഹിക്കും. അവിടെ നമ്മൾ എപ്പോഴും എടുത്തു പറയും, 3 തരത്തിലെ പ്രാരാബ്ദം. ഒന്ന് പ്രാർത്ഥന കൊണ്ട് മാറുന്നത്, ചില പ്രായത്തിന് ചെയ്താലും മാറുള്ളൂ, ചില പ്രായത്തിന് തിരിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അപ്പോൾ വിശ്വാസം കളയരുത്. ഉടനെ കിട്ടുന്ന ഫലമുണ്ട്, വൈകി വരുന്ന ഫലമുണ്ട്. അറിയാത്തൊരു കരം നമ്മളെ നയിക്കുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഇടാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഓർക്കുന്ന കഥ, കുറേ പക്ഷികൾ പറന്നു വരുമ്പോൾ കുറേ ഒച്ചകൾ വടക്കോട്ട് പോവാണ്, പക്ഷികൾ തെക്കോട്ട് വരികയാണ്. പിന്നെ പക്ഷികൾ ഒച്ചകളോട് വെച്ച് നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്?
ഞങ്ങൾ ഇന്ന കാട്ടിലേക്ക് പോവാണ്, ഇല്ല ഞങ്ങൾ ആ കാട്ടിൽ നിന്നാണ് വരുന്നത്, അവിടെ ഒരു പഴമില്ല, ഇലയില്ല, അത് മാത്രം ഉണങ്ങി നിൽക്കുകയാണ്, ഇല്ല ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും മുട്ടിടാൻ തുടങ്ങും, തള്ളിടാൻ തുടങ്ങും. നോക്കുക, മുന്നിലൊന്നും കാണണ്ടില്ലെങ്കിലും ആത്മവിശ്വാസം വിടുന്നില്ല. അതുപോലെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും കൃപ മക്കളെ അനുഗ്രഹിക്കും. Pour réussir, il ne suffit pas seulement d'avoir les capacités. Il faut en outre connaître et comprendre correctement la tâche à accomplir. Sinon, nos aptitudes n'engendreront pas le résultat escompté. Un grand championnat de football avait été organisé dans une certaine ville et des équipes venues de nombreux pays devaient y participer. Juste avant le début d'un des matchs, le célèbre gardien de but d'une des équipes eut un accident et il fallut l'hospitaliser. Tous les membres de l'équipe étaient très déprimés car il n'y avait plus le temps de chercher un autre gardien de but. Ils envisagèrent différentes possibilités. Le capitaine de l'équipe, désemparé, marchait tout seul et sans espoir à travers les rues pour réfléchir. Il arriva bientôt au marché du village et il remarqua alors quelque chose d'intéressant. Quelques hommes déchargeaient des citrouilles d'un camion qui venait d'arriver et l'un d'entre eux attrapait chaque petit rond et le lançait dans l'entrepôt situé derrière lui sans en laisser tomber un seul. Un second camion arriva ensuite et cet homme, de nouveau, attrapa chaque citrouille avec une précision parfaite. Le capitaine, saisi, observa l'employé pendant quelque temps. Puis il se dit « Et voilà, c'est le type parfait qu'il nous faut. Il fera un gardien de but idéal. » Il alla donc le trouver et lui expliqua la situation. L'employé essaya de décourager le capitaine en disant « Mais je n'ai jamais joué au football, je n'ai même jamais regardé un match, je ne connais rien au jeu. » Mais le capitaine ne le laissa pas partir si facilement car il voyait un espoir dans cet homme. « Mais il n'y a rien à savoir, tout ce que vous avez à faire, c'est à attraper chaque balle qui arrive exactement comme vous attrapez les citrouilles ici, c'est tout. » Finalement, le lanceur de citrouilles remplaça le gardien de but. Le match de football commença. Et notre lanceur de citrouilles attrapa chaque balle qui entrait dans les buts exactement comme on le lui avait dit. Mais il y avait un petit problème. Dès qu'il attrapait une balle, il la lançait par-dessus son épaule en plein dans les buts. Quand le capitaine lui demanda « Mais pourquoi il faisait ça ?» il répondit « Ben, j'ai toujours fait comme ça. Dès que j'attrape un petit marron, je le lance derrière moi dans l'entrepôt. » Cet homme avait la capacité d'attraper le ballon sans jamais le laisser échapper. Mais comme il ne comprenait pas la règle du jeu, il ne savait pas ce qu'il fallait faire correctement. Finalement, il en résulta un échec. Certaines personnes demandent à Amma « Comment se fait-il qu'il y ait des gens qui font beaucoup de mauvaises actions mais qui sont riches et prospères, alors que d'autres, qui s'appliquent à bien servir autrui et qui ont foi en Dieu, rencontrent des difficultés et des malheurs. Cela paraît très injuste et certains en arrivent même à perdre la foi. » Amma répondit « Mes enfants, ne vous inquiétez pas. Certains, dans leur vie précédente, ont déposé un gros montant de bonnes actions dans la banque du karma. En conséquence, tant que ces économies karmiques ne sont pas épuisées, ces personnes seront prospères. Tandis que d'autres personnes arrivent dans cette vie comme ceux qui ont contracté une dette qu'ils doivent rembourser. Tant que cela n'est pas fait, ils doivent récolter les fruits de leur prarabdha karma, c'est-à-dire les fruits des actions accomplies dans le passé. Mais la vie ne s'arrête pas là, le karma est cyclique. Même la mort n'est pas une complète annihilation. En fait, on pourrait comparer la mort au point que l'on met à la fin d'une phrase. Une autre phrase recommence, la vie continue. Mais ceux qui sont heureux et prospères ne doivent pas pour autant se gonfler d'orgueil. L'ego engendre du mauvais karma. C'est à cause de tous ces facteurs que certains sont heureux tandis que d'autres souffrent. Rappelez-vous toujours que toutes nos actions doivent apporter la joie et le bonheur aux autres, et que puisque les difficultés surgiront obligatoirement dans la vie, plutôt que de perdre la foi,
nous devrions prier avec encore plus d'intensité et nous accrocher plus que jamais aux pieds de Dieu, afin de pouvoir ressentir sa grâce et ses bénédictions qui sont toujours à l'œuvre. Des souffrances inexplicables et défiant toute logique frappent parfois une même famille. Cela peut être dû à l'influence maléfique de périodes astrologiques qu'on appelle la lune noire. Par exemple, pendant une courte période, il peut se produire des morts fréquentes dans la même famille. Ou bien certaines personnes meurent alors qu'elles sont très jeunes. Ou bien il y a beaucoup de maladies, ou des séparations au sein de la famille, ou bien des pertes dans les affaires. Mais Amma nous dit que le passé doit être considéré comme un chèque annulé, et le futur est une question pour laquelle il n'y a pas de réponse. Ni le passé, ni le futur ne doivent avoir une importance excessive dans le présent, car ni hier, ni demain ne peuvent devenir aujourd'hui. Seul le présent est entre nos mains. Quand nous versons de l'eau pure dans de l'eau salée, son goût salé peu à peu s'estompe et elle devient bonne à boire. De même, si nous accomplissons de bonnes actions dans cette vie, nous pourrons réduire sans aucun doute l'intensité de notre prarabdha karma. Les fruits de nos actions passées, ce prarabdha karma, les fruits peuvent se manifester de différentes manières. Il y a le karma que l'on peut annuler en faisant de bonnes actions dans le présent. Un tel karma est comme une maladie que l'on peut guérir complètement grâce à des médicaments ou bien à une petite opération. Il y a ensuite le type de karma que l'on peut alléger grâce à des actions, mais cependant, on ne peut pas complètement l'annuler, un peu comme une tumeur cancéreuse qui peut revenir après une opération chirurgicale. Enfin, il y a le type de karma que l'on peut comparer à un cancer incurable. On ne peut rien faire. Pour un tel karma, nous n'avons pas d'autre choix que d'endurer, d'accepter la souffrance et de prier. Les difficultés sont inévitables dans la vie, mais en de tels moments, prions avec plus de ferveur et d'intensité. Accrochons-nous fermement aux pieds du Seigneur. Souvenons-nous qu'il y a toujours une main invisible qui nous guide. Vaincre la peur de l'échec est en soi un grand succès. Si nous y parvenons, nous serons capables de voir la lumière du succès, même au milieu des ténèbres de l'échec. Voici une petite histoire pour illustrer ce point. Voyant un jour une grande caravane d'escargots en mouvement, un oiseau alla trouver leur chef et demanda « Et où donc allez-vous ainsi ?» Le chef escargot répondit « Oh, nous allons dans la forêt là-bas. Nous avons entendu dire que nous y trouverions des feuilles et des fleurs fraîches en abondance. » Vous voulez rire, dit l'oiseau. Cette forêt souffre actuellement de la sécheresse et on n'y trouve pas une seule feuille verte, pas un seul fruit. Mais le chef escargot répliqua « Ce n'est pas un problème. Le temps que nous arrivions, la forêt aura reverdi et il y aura plein de feuilles. » Ainsi, la patience, un enthousiasme constant et la ferme détermination d'atteindre le but sont des facteurs nécessaires pour réussir. ഇങ്ങനെയുള്ള വ്യാകുലതയാണ് ഈശ്വരങ്ങൾ വേണമെന്ന് ചോദിക്കും മക്കൾ. വയറുവരിക്കുന്ന വീട്ടിൽ താക്കോല് കാണാൻ പോയാൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും താക്കോൽ ഇവിടെ വെച്ച് എന്നുള്ള ചിന്തയാണ്. ആ ഒരു സ്മരണയെ നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം. ജീവിതത്തിലൊന്നും കൊണ്ടുപോവുകയും ചെയ്യുന്നില്ല. പകുതിയോളം ഉറങ്ങി പിന്നെ കുറച്ച് ബാലവിന് കുറച്ച് സമയമുള്ളു. നല്ലത് പറഞ്ഞ് നല്ലത് പങ്കുവെച്ച് ജീവിത ഉത്സവമാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് പറയുമ്പോൾ ഓർക്കുന്ന കഥ, രണ്ടുപേരുടെ ഷെയർ ബിസിനസ് നടത്തി അവർ അത് കഴിഞ്ഞുള്ള ലാഭം കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ഒരാളാണ് പണം മുഴുക്കുകയും ആഡംബരമായ സാധനങ്ങളെല്ലാം വാങ്ങി കൂട്ടി കപ്പലിൽ ഒരു കണ്ടെയ്നർ നിറച്ചു വാങ്ങി. ഒരാളാണ് കിട്ടിയ ലാഭം കൊണ്ട് രത്നങ്ങളും വാങ്ങി കഴുത്തിൽ ലോക്കറ്റിനകത്ത് ആക്കി വെച്ചു, അത് കഴുത്തിലിട്ടു. ഇങ്ങനെ പോയി തൻ്റെ രാജ്യത്തിനടുക്കാനായപ്പോൾ കപ്പൽ നേരെ മുങ്ങി. ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. അപ്പോഴിത് സാധനങ്ങൾ വാങ്ങി നിറച്ചാളത് കണ്ട് വിഷമിച്ചിട്ട് പെട്ടെന്ന് കാട്ടാക്ക് വന്ന് അതോടുകൂടി മരിക്കുകയും ചെയ്തു. വെള്ളത്തിൽ
മറ്റേയാളെ താഴ്ന്ന കണ്ടിട്ട് ചാടി നീന്തി കരയ്ക്കൊട്ട് കയറി. എന്താണ് ഇതിൻ്റെ തത്വം? ഈശ്വരചിന്തയാകുന്ന അമൂല്യരത്നം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ സംസാര സാഗരം തരണം ചെയ്യാനും ആനന്ദം അണയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആത്മതത്വത്തെ ഉണർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും പറയും സൃഷ്ടിയും സൃഷ്ടാവും സനാതന രണ്ടല്ല, സമുദ്രവും തിരയും രണ്ടല്ല. സമുദ്രത്തിലും വെള്ളമുണ്ട്, തിരയിലും വെള്ളമുണ്ട്. സ്വർണ്ണം കമ്മലും മാലയും, സ്വർണ്ണത്തിലും കമ്മലും മാലയുണ്ട്, കമ്മലും മാലയും സ്വർണ്ണമുണ്ട്. അപ്പോൾ ഈശ്വരൻ ആകാശത്തിനപ്പുറത്തും ഇരിക്കുകയല്ല, സകല ചരാചരത്തിലും കുടികൊള്ളുന്നു. നമ്മുടെ പ്രവൃത്തിയും മനോഭാവമാണ് കൃപയായി വരുന്നത്. നമ്മൾ പ്രശ്നം സൃഷ്ടിക്കും, നമ്മളോട് ഉത്തരവാദിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇത് പറയുമ്പോൾ ഓർക്കുന്ന കഥ, ഒരിക്കലൊരാൾ റൊട്ടി മോട്ടിച്ചു. അപ്പം അതേത് പോലീസ് പിടിച്ചു. പിന്നെ കേസായി, കേസ് വിധി പറയുകയാണ്. അപ്പം ജഡ്ജി വിധി പറഞ്ഞു, അദ്ദേഹത്തിനെ ഒരു 10,000 ശിക്ഷിച്ചു. പക്ഷേ ഇദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. $10,000 $10 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് റൊട്ടി വാങ്ങി കൊടുത്തതിനും അവർ വിശന്ന് കരയുന്നത് കേട്ട് സഹിക്കുക വയ്യാതാണ് ഞാൻ വന്ന് ഈ റൊട്ടി മോട്ടിച്ചത്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഞാൻ പറഞ്ഞു തീർന്നില്ല, വാക്കൂടി പറയാനുണ്ട്. നിങ്ങളെപ്പോലെ മോഷ്ടിക്കാൻ കാരണക്കാർ ഞങ്ങളോടുമാണ്. അതിൻ്റെ ഉത്തരവാദി എന്ന പേരിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ $100 ഇടുന്നു. അപ്പം വന്ന വക്കീലന്മാരോട് കേസിന് വന്നവരെല്ലാം കുറച്ച് പൈസ ഇട്ടു. അങ്ങനെ $10,000 ലക്ഷക്കണക്കിന്. എന്നിട്ട് എന്ത് ചെയ്തു? റൊട്ടി പൊട്ടിച്ച കടക്കാരനായാലും കുറച്ച് $1 കൊടുത്തു. ഇദ്ദേഹം അതിൽ നിന്നും $1 തിരിച്ചു കൊടുത്തു. അങ്ങനെ ലക്ഷക്കണക്കിന് $1 ആയപ്പോഴും ഇദ്ദേഹം വിളിച്ച് പറഞ്ഞു, നിങ്ങളോട് ബേക്കറി ഉണ്ടാക്കി പൈസ കൊണ്ടുപോയി ജീവിക്കുക, ഇനി അങ്ങ് മോട്ടിക്കാൻ പോകരുത്. ഇതുപോലെ നമ്മൾ വിചാരിച്ചാൽ ഈ ഭൂമിയെ തന്നെ സ്വർഗമാക്കാൻ സാധിക്കും. ആ ഒരു മനസ്സിനെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ സ്നേഹം, ഈ സ്നേഹം എവിടെ നിന്ന് തുടങ്ങണം? വീട്ടിൽ നിന്ന് തുടങ്ങണം. ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹം കൊതിച്ചാണ് കല്യാണം കഴിക്കുന്നത്. ഭർത്താവ് ഭാര്യയുടെ സ്നേഹം കൊതിച്ചാണ് കൊട്ടുന്നത്. രണ്ടുപേരും ജ്ഞാനിയും അല്ല, ഹൃദയം അറിയില്ല, പക്ഷെ ആരും പ്രകടിപ്പിക്കത്തില്ല. അത് കല്ലിനുള്ള തേൻ കൊണ്ട് ആർക്കാണ് പറയുന്നത്? പ്രകടിപ്പിക്കണം. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിച്ചാലേ നമുക്ക് ജീവിതത്തിൽ അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലരും കല്യാണം കഴിഞ്ഞാലേ പൂർണ്ണമാകുള്ളൂ. പഴയ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ പൂർണ്ണത്തിൽ തന്നെയാണ് എത്തുന്നത്. പക്ഷെ ഇപ്പോഴും ഇങ്ങോട്ടാണ് പോകുന്നത്. സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞ് പങ്കാളിയെ കണ്ടെത്താനാണ്, പങ്കാളിയായി തീരുക. ആ സ്നേഹവും വിനയവും വിശ്വാസവുമാണ് ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് വേണ്ടത്. ഇപ്പോഴെങ്ങനെ പൂർണ്ണതയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഓർക്കുന്ന കഥ, ഒരു കാട്ടുസിംഹത്തിൻ്റെ കല്യാണം നടക്കുകയാണ്. ഒരു ഗ്രൂപ്പ് സിംഹം പാട്ട് പാടുന്നു, ഒരു ഗ്രൂപ്പ് നൃത്തം ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഊത്തുന്നു, ചെണ്ട കൊട്ടുന്നു, അങ്ങനെ ബഹളമാണ്. അപ്പം നൃത്തം ചെയ്യുന്ന സിംഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു എലിയും നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പം വേറൊരു സിംഹം ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ നൃത്തം ചെയ്യുന്നത്? പറഞ്ഞ്, ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത്. ഹേയ്, നിൻ്റെ അനിയനോ? ഞങ്ങൾ സിംഹമാണ്, നീ എലിയാണ്, പിന്നെ നിൻ്റെ അനിയൻ എങ്ങനെ ആകും? അപ്പം ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സിംഹമായിരുന്നു, കല്യാണം കഴിഞ്ഞാണ് എലിയായത്. അപ്പം ഇതുപോലെ നമ്മൾ ഇപ്പോഴത്തെ പൂർണ്ണത ഇതേപോലാണ്. അതല്ല, നമ്മൾ ആ ജീവിതത്തിൽ ആ സ്നേഹത്തെയാണ് ഉണർത്തിയെടുക്കേണ്ടത്. സാധാരണ മലയാളി മക്കളോട് ക്ഷമിക്കേണ്ട, 2 ഭാഷ പറയാൻ സമയം എടുക്കും. ഞാൻ ചിലത് വിട്ടും ചുരുക്കിയൊക്കെ പറയാം. Amma insiste souvent sur l'importance de développer une intense soif de Dieu. Elle nous donne un exemple. Un homme perdit un jour la clé de sa boîte à bijoux. Il était si malheureux qu'il n'eut alors plus d'autre but que de retrouver la clé disparue. Peu importait ce qu'il était en train de faire ou même ce qu'il avait à faire, ses pensées tournaient autour de la clé toujours et encore. Où pouvait-elle bien se trouver? Mais où est donc cette clé? Il faut que j'ouvre mon coffre. Mais où est donc cette clé? Nous devrions avoir le même désir brûlant de connaître Dieu. Ce désir est la clé qui ouvre la malle au trésor de notre cœur. Amma dit qu'en réalité, nous n'avons pas le temps de repousser nos pratiques spirituelles au lendemain, car notre vie est beaucoup plus courte que nous en avons conscience. En fait, nous passons la moitié de notre vie à dormir et un autre quart à jouer pendant notre enfance. Il ne nous reste donc plus qu'un quart de notre vie pour faire quelque chose de valable et d'utile. Il serait donc peu sage de répéter « Je commencerai mes pratiques spirituelles demain ». Nous n'avons pas le temps de repousser au lendemain. Il nous faut commencer dès maintenant. Nous devrions toujours garder à l'esprit aussi que nous venons sur terre les mains vides et que nous quittons cette terre les mains également vides. Et Amma nous raconte aussi une histoire pour illustrer ce point.
2 amis étaient en voyage d'affaires à l'étranger. Après avoir terminé ce qu'ils avaient à faire, ils décidèrent de rentrer chez eux. L'un des 2 amis dépensa tout l'argent qu'il avait gagné pour acheter des voitures, des meubles très chers, ainsi que d'autres articles de luxe. Quant à l'autre ami, avec son argent, il acheta simplement une belle pierre précieuse. Il la mit dans un petit médaillon qu'il s'attacha autour du cou. Les 2 amis s'embarquèrent avec toutes leurs affaires sur un bateau pour rentrer chez eux. Juste avant d'arriver au port, cependant, ils furent pris dans un énorme ouragan qui déchaîna la mer. De grosses vagues firent que le bateau fit naufrage. En voyant la disparition de toutes ses affaires, le premier homme mourut sur le champ d'une crise cardiaque. Mais le 2e homme, qui avait juste son médaillon bien attaché autour du cou, regagna la côte tranquillement à la nage. Comme le premier homme de cette histoire, pour la plupart d'entre nous, nous nous battons toute notre vie pour accumuler des biens terrestres, et nous nous noyons et nous périssons avec ces biens dans l'océan de la naissance et de la mort. À la fin de notre vie, nous n'emportons aucune de ces affaires, et leur perte ne fait qu'augmenter notre chagrin. Mais si, au contraire, nous gardons le joyau des pensées divines dans notre cœur, il ne nous quittera jamais. Et cela nous aidera à traverser l'océan impermanent de la naissance et de la mort pour atteindre le rivage de l'éternelle béatitude. Selon les Écritures de l'Inde, il n'y a pas de différence entre le Créateur et la création, pas plus qu'il n'y a de différence entre l'océan et les vagues. L'essence de l'océan et celle des vagues est la même, c'est l'eau. L'or et les bijoux en or sont en réalité la même chose parce que l'or est la substance de ces bijoux. Il n'y a pas de différence entre le Créateur, Dieu, et la création, le monde. Par essence, ils sont une même et seule chose, pure conscience. Selon la Bible, on peut penser que le Créateur et la création sont 2 choses différentes. Mais, entre autres, Jésus nous dit « Aime ton prochain comme toi-même ». Cette parole pointe aussi vers l'unité des 2. Apprenons donc à aimer tous les êtres de manière égale, parce que par essence, nous sommes un Atman, une âme. Bien qu'extérieurement, tout semble différent, à l'intérieur, tous les êtres sont des manifestations du soi absolu. Et Dieu n'est pas un individu assis là-haut dans les nuages sur un trône doré. Dieu est la pure conscience qui demeure en tout. Comprenons cette vérité et apprenons à aimer tous les êtres de manière égale. Dans la vie, nous considérons souvent nos succès comme les moments qui marquent le couronnement de notre vie. Par exemple, réussir à passer son permis de conduire, réussir les examens, ou bien être reconnu dans notre spécialité, ou bien encore trouver un compagnon ou une compagne. Tout cela est certes important, cela ne fait aucun doute, mais il y a malgré tout des réussites encore plus importantes. Ce sont les petites choses que nous faisons. Consoler une âme malheureuse, essuyer les larmes de quelqu'un qui pleure, nourrir ceux qui ont faim, aider quelqu'un qui est tombé à se relever. Ces choses en apparence ordinaires sont en fait bien plus importantes que nos succès dans le monde. Amma nous raconte une belle histoire pour illustrer ce point. La police surprit un jour un homme en flagrant délit de vol. Il essayait de s'échapper après avoir volé un pain dans une boutique. Il passa en jugement pour répondre à la plainte déposée par le commerçant. L'accusation et la défense plaidèrent et le juge rendit ensuite son jugement. Il annonça: l'accusé doit payer une amende de 5 000 $. À ces mots, l'homme fondit en larmes. Il dit: mais où donc un mendiant comme moi pourrait-il trouver 5 000 $? Si j'avais eu 2 $ ce jour-là, je n'aurais pas volé ce pain. Ma famille a faim. J'ai volé parce que je ne pouvais plus supporter d'entendre les pleurs de mes enfants affamés. Le juge dit calmement: laissez-moi terminer mon verdict. Nous tous ici présents,
en tant que membres de la société, nous avons contribué à créer les circonstances qui ont poussé ce pauvre homme à voler. Et en conséquence, comme je suis moi aussi responsable de ce crime, je paierai $500 en compensation. Donc, chacune des personnes présentes dans ce tribunal, y compris le plaignant et les avocats, chacun doit verser ce qu'il peut et le tout sera donné à l'accusé. Ce pauvre homme, qui n'avait pas assez d'argent pour payer le plaignant, reçut des milliers de dollars. Le juge lui dit « Avec cet argent, vous pouvez maintenant monter une petite boulangerie. Ne volez plus jamais. » Remerciant toutes les personnes qui étaient venues au tribunal de s'être déplacées, le juge partit heureux. Le boutiquier, oubliant le pain volé, partit satisfait d'avoir pu faire une bonne action en donnant de l'argent à un pauvre homme. Habituellement, quand nous voyons quelqu'un commettre une erreur, nous le réprimandons et nous sommes prêts à le punir. Cependant, il s'agit pour nous de comprendre la situation de la personne fautive et de développer ainsi de la compassion. Nous avons un devoir envers la société, mais soucieux uniquement de notre réputation, nous oublions cette responsabilité qui est la nôtre. Nous sommes tous nés avec une aspiration à l'amour, mais nous sommes capables ni de donner cet amour, ni d'en recevoir. Et peut-être bien, nous risquons de mourir sans amour. L'apprentissage de l'amour devrait commencer au sein de la famille. Dans la vie de famille, nous devons apprendre à nous adapter l'un à l'autre. La femme désire l'amour de son mari, et le mari désire celui de sa femme. C'est donc un peu comme si deux mendiants vivaient ensemble. Ni le mari ni la femme ne connaissent vraiment le cœur de l'autre. Dans une telle famille où il n'y a pas de vraie communication, l'amour est pareil à du miel caché dans le creux d'un rocher. Il ne profite à personne. Comment pourront-ils goûter à cet amour? La paix et l'harmonie ne régneront au sein de la famille que s'ils s'ouvrent l'un à l'autre, que s'ils communiquent ouvertement. Il y a des gens qui demandent à Amma si, en se mariant, ils auront un sentiment de plénitude dans leur vie. Mais il ne suffit pas de se marier pour atteindre la plénitude. Il faut comprendre la nature du monde et des relations terrestres. Se marier ne se résume pas au simple fait de trouver le partenaire adéquat. En fait, il s'agit davantage de devenir le partenaire adéquat. La vie de famille repose sur l'unité, la solidarité, l'humilité et la foi. Mais ces qualités sont absentes de nos jours. Dans les relations contemporaines, l'un des deux partenaires refuse souvent toute concession et il essaie de dominer l'autre en refusant tout compromis. Et c'est bien souvent la raison de la rupture des relations. Quelquefois, dans le feu de cette rivalité, les partenaires vont même jusqu'à perdre leur identité. Amma nous raconte une nouvelle histoire pour illustrer ce point. Un grand nombre de lions s'étaient réunis un jour pour assister au mariage d'un des leurs. Parmi eux, certains jouaient à saute-mouton, d'autres chantaient, tandis que d'autres dansaient. Et il y avait une minuscule petite souris qui bondissait de joie au milieu des lions. En voyant ce drôle de spectacle, les lions lui demandèrent « Qu'est-ce que tu fais parmi nous les lions si puissants, toi, petite souris ?» Et la minuscule petite souris de répondre « C'est mon frère qui se marie. » Les lions pensèrent que la souris était devenue Maboule. Ils lui demandèrent « Un rongeur comme toi, insignifiant et minuscule, le frère du roi des animaux ? » « Oh, faites attention à ce que vous dites. Autrefois, j'étais un lion, tout comme vous, » répondit la souris. Puis, en baissant la tête, elle ajouta « C'était avant mon mariage. » À force de nous lamenter sur les pertes que nous subissons, nous oublions le bien suprême à atteindre dans cette vie, c'est-à-dire l'amour. Le but d'un homme d'affaires est de gagner autant d'argent que possible,
de faire un profit maximum. Et en conséquence, la plus grande perte qu'ils puissent subir, c'est d'être ruinés et de sombrer dans la pauvreté. De la même manière, le gain suprême pour nous, c'est d'atteindre le véritable amour. Et la plus grande perte qui peut advenir à qui que ce soit, c'est l'absence d'amour. La véritable fortune de notre vie, c'est l'amour. Si nous perdons cela, nous sombrons dans l'indigence au sens le plus réel du terme. Remplissons donc le coffre de notre cœur de plus en plus d'amour, récoltant ainsi la véritable richesse en cette vie. Amma prie pour que les paroles et les actions de tous ses enfants soient remplies de la lumière de l'amour et que nous devenions ainsi des lampes qui éclairent le monde de leur lumière. Puisse la grâce divine nous aider à accomplir cela. Om Amriteshvariye Namaha.